ഹലോ സുഹൃത്തുക്കളെ, ഇത് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വണ്ടിയാണ്. ഈ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് മാറ്റിയിട്ട് ഇപ്പോൾ ഉള്ള നമ്പർ പ്ലേറ്റ് മാറ്റി കേരള മോഡൽ ഒരു നമ്പർ പ്ലേറ്റ് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മുടെ വീട്ടിൽ വന്നിരിക്കുകയാണ്. ഇത് ടൊയോട്ട RAV4 ഹൈബ്രിഡ് വണ്ടിയാണ്. അപ്പം കോട്ടയം മോഡൽ കേരള KL എഴുതിയിട്ട് കോട്ടയം രജിസ്ട്രേഷൻ വെച്ചിട്ട് എൻ്റെ ഓണർ ജിയോ എന്ന് പേരൊക്കെ വെച്ചിട്ടുള്ള ഒരു നമ്പറാണ്. അപ്പം അതെങ്ങനെ ഫിറ്റ് ചെയ്യുന്നതെന്നും അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പം എല്ലാവരും വായോ. അപ്പോൾ ഇതിൻ്റെ ഓണർ ഇവിടെ എത്തിയിട്ടുണ്ട്. ആ മോട്ടോയോട് ചോദിക്കാം ഇന്ന് എന്താ ഇവിടെ നടക്കാൻ പോകുന്നത്, ഇതെന്തിനാണ് ഈ നമ്പർ മാറ്റുന്നത്, ഇത് എവിടുന്നാണ് ഈ കേരള നമ്പർ കിട്ടിയത്? നിങ്ങൾ നാട്ടിലെവിടെയാ? ഞാൻ നാട്ടിൽ ആലപ്പുഴയാണ്. ആ, എന്തിനാ ഈ നമ്പർ മാറ്റുന്നത്? കോട്ടയം രജിസ്ട്രേഷൻ ആണല്ലോ നമ്മുടെ മെയിൻ. അപ്പൊ ഒരു കോട്ടയം രജിസ്ട്രേഷൻ നമ്പർ വേണമെന്നുള്ളൊരു ആഗ്രഹം. അങ്ങനെ പിന്നെ നമ്മുടെ ഒരു പേരും വേണം. അങ്ങനെ ഒരു തപ്പി DVയിൽ നിന്ന് കിട്ടിയപ്പോ നമ്പർ കിട്ടി. അല്ല, കാശ് ചിലവായതിന്? കാശ് നിങ്ങൾ കമന്റിൽ ഇട്ടാ പോരെ, കണ്ടുപിടിച്ച് പറഞ്ഞാൽ മതി. അപ്പൊ കുറച്ച് കാശ് ഇറക്കി മേടിച്ചാലേ? നിങ്ങള് ആലപ്പുഴയാണോ അതോ കോട്ടയാണോ? ആലപ്പുഴയാണ്. ആലപ്പുഴ കോട്ടയാണ്. അപ്പം കോട്ടയം രജിസ്ട്രേഷനും കിട്ടി, വൈഫിന്റെ നാടും നമ്മുടെ പേരുമുണ്ട്. നമ്മുടെ പേരുമുണ്ട്. നിങ്ങളുടെ പേരെന്താ? എന്റെ പേര് ജിയോ. അപ്പൊ വണ്ടിയുടെ നമ്പർ പ്ലേറ്റിന്റെ പേരും ജിയോ എന്നാണോ? ജിയോ എന്നാണ്. അപ്പൊ നമ്മളൊന്ന് കാണിച്ചു തരുമോ മാറ്റിയിട്ട്? അഴിച്ചു മാറ്റിയിട്ട് നമ്മുടെ KL നമ്പർ നോക്കാം കേട്ടോ. നോക്കിക്കോ, റെഡി അല്ലേ? അപ്പോൾ നമുക്കിത് അഴിച്ചു മാറ്റിയിട്ട് ഈ നമ്പർ പ്ലേറ്റ് കൂടെ ഇങ്ങനെ അഴിച്ചു മാറ്റാൻ പറ്റും. അഴിച്ചു മാറ്റിയിട്ട് നമുക്ക് KL നമ്പർ നോക്കാം. ഈ നമ്പർ പ്ലേറ്റ് നമുക്ക് മാറ്റണം അല്ലെങ്കിൽ പുതിയത് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഉണ്ടാക്കുന്ന കമ്പനിയുടെ പേര്, ആരാണ് ഇത് ഉണ്ടാക്കി തന്നിരിക്കുന്നത് അതിൻ്റെ പേര് നിർബന്ധമായിട്ടും ഈ നമ്പർ പ്ലേറ്റിൻ്റെ അടിയിൽ മെൻഷൻ ചെയ്തിരിക്കണം. അതിപ്പോൾ നമ്മൾ UK ഏത് നമ്പർ നോക്കിയാലും നമുക്കറിയാം ഇതിനടിയിൽ ആരാണോ ഈ നമ്പർ പ്ലേറ്റ് ഉണ്ടായിരിക്കുന്നത് അവരുടെ പോസ്റ്റ് കോഡ് അഡ്രസ്സും അല്ലെങ്കിൽ അവരുടെ അഡ്രസ്സ് ഇവിടെ ഉണ്ടാവും. അതിപ്പോൾ പുതിയ നമ്പർ പ്ലേറ്റ് അതിൽ അടിച്ചു വന്നാൽ അത് വേണം. ഇനിയിപ്പോൾ പുതിയ നമ്പർ പ്ലേറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടിയുടെ പേപ്പറുമായിട്ട് പോയാൽ മാത്രമേ, നമ്മുടെ പേരിലാണെന്നുള്ള വണ്ടിയുടെ പേപ്പറുമായിട്ട് അവിടെ പോയാൽ മാത്രമേ, ഒറിജിനൽ പേപ്പർ അവിടെ കാണിച്ചാൽ മാത്രമേ നമുക്ക് നമ്പർ പ്ലേറ്റ് അവർ തരത്തുള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ കോപ്പി നമ്മൾ അയച്ചു കൊടുക്കണം. നമ്മൾ തെളിയിക്കണം നമ്മുടെ വണ്ടിയാണെന്ന് ഉറപ്പ് വരുത്തിയാൽ മാത്രമേ അവർ നമ്പർ പ്ലേറ്റ് അടിച്ചു തരും. അല്ലാതെ ആർക്കും അങ്ങനെ പെട്ടെന്ന് ഓടിച്ചെന്ന് കഴിഞ്ഞാൽ ഒരു നമ്പർ പ്ലേറ്റ് വേണം കൂടെ അടിച്ചെടുക്കാം. ബാക്കിൽ യെല്ലോ കളറിൽ ബ്ലാക്ക് ലെറ്ററാണ്. UK എല്ലാ വണ്ടിയുടെയും പുറകെ സൈഡിൽ ഇങ്ങനെയാണോ ഉള്ളത്. അത് ടാക്സി അല്ല കേട്ടോ അത്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും അറിയത്തില്ല. അറിയുന്ന ആരെങ്കിലും ഉണ്ടോ ഒന്ന് കമൻറ്റ് ഇടണേ. അപ്പോൾ ഇത് നമുക്ക് അഴിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ വണ്ടി ഇന്ന് ആരാണ് ഇതിൻ്റെ ഓണർ അവരുടെ പേരിലേക്ക് ഈ വണ്ടിയുടെ നമ്പർ പ്ലേറ്റും കൂടെ മാറ്റുമ്പോൾ നമുക്കൊരു ശരിക്കും സന്തോഷമല്ലേ. അത് അവർ ഒരുപാട് ആഗ്രഹത്തോടെ മേടിച്ചായിരിക്കും. ഇങ്ങനെ മാറ്റാൻ വേണ്ടി എൻ്റെ അടുത്ത് വന്നു. അപ്പം നമ്മളൊരു ഹെൽപ്പായിട്ടാണ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് എപ്പോഴാണോ മാറ്റുന്നത് അന്നേരം തന്നെ ഇതിൻ്റെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ സെയിം ടൈമിൽ തന്നെ ചെയ്യണം കേട്ടോ. എപ്പോഴാണ് നമ്പർ പ്ലേറ്റ് മാറ്റി വയ്ക്കണം അപ്പോൾ തന്നെ ഓൺലൈനിൽ നമ്മൾ ചെയ്യണം കേട്ടോ. നമ്മൾ നല്ലപോലെ ഇത് ക്ലീൻ ചെയ്തിട്ട് വേണം ഇത് ഒട്ടിക്കാൻ വേണ്ടി. ഇതിപ്പോൾ വേണമെങ്കിൽ സ്ക്രൂ ചെയ്യാം, അല്ലെങ്കിൽ വേണമെങ്കിൽ ഒട്ടിക്കാം. അപ്പോൾ നമ്മളിതിപ്പോൾ നല്ലപോലെ ക്ലീൻ ചെയ്ത് എന്നിട്ട് വേണം ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ നല്ല വയച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് തുടച്ച് ഇതിനൊക്കെ ശേഷം വേണം നമ്മളിത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. ഇതിങ്ങനെ കാണണം കേട്ടോ. നമ്മളിപ്പോൾ തുളയ്ക്കുമ്പോൾ എപ്പോഴും ആദ്യം ചെറിയ ബിറ്റിട്ട് തുളച്ചതിന് ശേഷം വേണം ഒരു വലിയ ബിറ്റ്. ആദ്യം ഡയറക്റ്റ് തന്നെ വലിയ ബിറ്റിട്ട് തുളയ്ക്കരുത്. തുളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെല്ലാം കൂടെ പൊട്ടിപ്പോവും. കാരണം ഇത് അക്രലിക് ഷീറ്റല്ലേ. അപ്പം ആദ്യം ഒരു ചെറിയ ഹോൾ ഇട്ടതിന് ശേഷം വേണം അടുത്ത് വീണ്ടും ചെറുതായിട്ട് തുളയ്ക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് പൊട്ടിപ്പോവും. അപ്പം വളരെ ശ്രദ്ധയോടെ വേണം ഇത് തുളയ്ക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റാണ്. അപ്പം അത് പൊട്ടിപ്പോവാതെ ശ്രദ്ധിച്ച് വേണം തുളയ്ക്കാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം ഇവിടെ കാണിച്ച് ശേഷം ഇവിടെ വേണം നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. വേണമെങ്കിൽ ഇത് അത്യാവശ്യം വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സാധനം. ഇത് ഈ സൈഡിലേക്ക് വേണമെങ്കിൽ ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും.
അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. അല്ല പഴയ പ്ലേറ്റ് ഇവിടെ കിടപ്പുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഇത് വേണമെങ്കിൽ ഇപ്പം ഇത് സ്ക്രൂ ചെയ്യാതെ വേണമെങ്കിൽ ഒട്ടിച്ച് വെക്കാൻ പറ്റും. കാരണം ഈ തണുപ്പ് ചൂടൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഇത് പൊളിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളിപ്പം പിന്നെ ഇത് സ്ക്രൂ ചെയ്തിരിക്കുന്നത്. അതാണ് കൂടുതൽ സേഫ്. പിന്നെ നമുക്ക് ഇതേപോലെ തന്നെ ഇപ്പം ഈ ബ്ലാക്ക് കളർ ഇപ്പോൾ ഇത് ഈ ബോൾട്ട് ഇവിടെ ഇങ്ങനെ കാണും എന്നുള്ളൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ക്യാപ്പുണ്ട്. ക്യാപ്പിട്ട് വേണമെങ്കിൽ അടച്ചു വെക്കാം. ഇപ്പോൾ പിന്നെ ബാക്ക് സൈഡിലാണെങ്കിൽ യെല്ലോ കളറും പിന്നെ ഫ്രണ്ടിലാണെങ്കിൽ വൈറ്റ് കളറിലും വേണം. അല്ലാതെ സ്ക്രൂവിനെ അങ്ങനെ കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ഫിറ്റ് ചെയ്യാം. അതിനും പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ. അപ്പം ഇതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ ഇവർ പിന്നെ ഇങ്ങനെ ഒരു വൈപ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഇതൊരു നല്ല ക്ലീൻ ആകുന്നൊരു പിന്നെ മൾട്ടിപർപ്പസ് വൈപ്സാണ്. ഇത് ആൽക്കഹോൾ കണ്ടൻ്റ് ഉള്ളതാണ്. അപ്പം ക്ലീൻ ചെയ്ത് അപ്പം തന്നെ ഇത് പിന്നെ ഇതപ്പം തന്നെ ഇത് ഡ്രൈ ആവും. അപ്പം അങ്ങനെ ക്ലീൻ ചെയ്തിട്ട് വേണം ഇത് ഒട്ടിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ സ്ക്രൂ ചെയ്യും. അപ്പോൾ ഏകദേശം നമ്മൾ ഇതിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് അപ്പോൾ നമുക്കിനി ഇത് ഫിറ്റ് ചെയ്യാം. ഫിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാം. നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്ത് നമ്മളിപ്പോൾ ഇത് സ്റ്റിക്കർ വെച്ച് ഇത് ഡബിൾ സൈഡ് ടേപ്പ് വെച്ച് നമ്മൾ ഒട്ടിക്കുന്നില്ല. നമ്മൾ ഇത് ഹോൾ ഇട്ടിട്ട് നമ്മൾ അതേപോലെ ഫിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതിനകത്ത് ഇതിങ്ങനെ വെച്ചിട്ട് കറക്റ്റായിട്ട് നമ്മൾ ഹോൾ ഇട്ടിട്ടുണ്ട്. മറ്റേ ഈ പഴയത് ഇത് വെച്ചിട്ട് ഈ പഴയ എവിടെയാണ് ഹോളിൽ അതേപോലെ തന്നെ ഇതേപോലെ ഇങ്ങനെ മാറ്റാൻ പോവാണ്. ഈ പഴയ നമ്പർ പ്ലേറ്റ് മാറ്റിയിട്ട് ഈ ജിയോ എന്നുള്ള പേരുള്ള ഈ നമ്പർ പ്ലേറ്റ് വെക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിങ്ങനെ വെച്ചിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സ്ക്രൂ ആണ്. അതിപ്പോൾ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് ഇളകി പോവോ, കാലാവസ്ഥയ്ക്കനുസരിച്ച് ഇത് ഇളകി പോയി കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടാവും. അപ്പം അതിപ്പം പിന്നെ മറ്റുള്ള ഇല്ലീഗലായിട്ടുള്ള വണ്ടി ഓടിച്ചെന്നുള്ള പ്രോബ്ലംസ് വരും. അപ്പോൾ അതുകൊണ്ട് ഇളകി പോകാതെ നമ്മൾ സ്ക്രൂ തന്നെ വെക്കാൻ പോവാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ അങ്ങനെ ഒരു ബ്ലാക്ക് കളറിലാണ് ഇത്. ഇപ്പോൾ വൈറ്റ് കളറിലുള്ള സ്ക്രൂ ആണെങ്കിലും മേടിക്കാൻ കിട്ടും. അപ്പോൾ അവിടെ സ്ക്രൂ വെച്ചു. കൂടാതെ അടുത്തത് ഇവിടെ വേറൊരു സ്ക്രൂ കൂടെ വെക്കാൻ പോവാണ്. ഒന്ന് പോസ് ചെയ്തോ. നെക്സ്റ്റ് ഇവിടെ നമ്മൾ ലെഫ്റ്റ് സൈഡിലുള്ള ഈ സ്ക്രൂ കൂടെ ഇവിടെ വെച്ചു. നമ്മൾ ഓവർ ടൈറ്റ് ആക്കേണ്ട ആവശ്യമില്ല. ഇതൊരു പ്ലാസ്റ്റിക് സ്ക്രൂ ആണ്. ഇളകി പോകാതിരുന്നാൽ മതി. ജസ്റ്റ് ഒരു മീഡിയം ടൈറ്റിൽ നമ്മൾ സെറ്റ് ചെയ്തു. മീഡിയം ടൈറ്റിൽ അങ്ങനെ നമ്മളിത് ഫിക്സ് ചെയ്തു. ഫ്രണ്ട് സൈഡ് നമ്മളിങ്ങനെ ഫിക്സ് ചെയ്തു. അതിനകത്ത് ഇനി പ്ലാസ്റ്റിക് എടുത്ത് കളയാനുണ്ട്. കൂടാതെ കോട്ടയംകാരനായതുകൊണ്ട് പുള്ളിക്കാരൻ ചൂസ് ചെയ്തിരിക്കുന്ന KL05 ജിയോ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അതിനകത്ത് തന്നെ കാണാം പുള്ളിയുടെ നാടിനുള്ള സ്നേഹവും. കോട്ടയംകാരനായതുകൊണ്ട് 05 ഒക്കെ ചൂസ് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്ക് സൈഡിലും കൂടെ വയ്ക്കാനുണ്ട്. പുതിയ കാറാണ്. ഞാനത് ഡ്രൈവ് ചെയ്ത് നോക്കിയാണ്. നല്ല വണ്ടിയാണ് ഓടിക്കാനൊക്കെ. അങ്ങനെ ഞാൻ എൻ്റെ ബാക്ക് സൈഡിൽ ഇത് മാറ്റി. ബാക്ക് സൈഡിൽ യെല്ലോ കളറാണ്. യെല്ലോ കളറ് ടാക്സി അല്ല. ഇവിടെ ഫ്രണ്ടിൽ വൈറ്റ് കളറും ബാക്ക് സൈഡിൽ യെല്ലോ കളറിലുമാണ് ബോർഡ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ആരെങ്കിലും അറിയുവാണെങ്കിൽ ഒന്ന് അത്യാവശ്യം പൈസ കൊടുത്ത് മേടിച്ച പ്ലേറ്റാണ്. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള പ്ലേറ്റ് നമുക്ക് പൈസ കൊടുത്ത് നമുക്ക് മേടിക്കാം. അതിനുശേഷം അപ്രൂവൽ ആയിട്ടുള്ള ഒരു ഷോപ്പിൽ നിന്നോ അല്ലെങ്കിൽ ഓൺലൈനിൽ നിന്നോ എവിടെന്നെങ്കിലും നമുക്ക് ഇത് പ്ലേറ്റ് അടിച്ച് മേടിച്ചതിന് ശേഷം ഇത് നമുക്ക് ഫിക്സ് ചെയ്യാം. കൂടാതെ നമ്മൾ ഈ വണ്ടി വിൽക്കുവാണെങ്കിൽ നമുക്കിത് കീപ്പ് ചെയ്യാം. അതിന് പ്രോബ്ലം ഒന്നുമില്ല. നെക്സ്റ്റ് വണ്ടി മേടിക്കുമ്പോൾ അതിനകത്തേക്ക് ഫിക്സ് ചെയ്യാൻ വേണമെങ്കിൽ. അത് നമ്മുടെ സ്വന്തം പ്ലേറ്റാണ്. ഞാൻ ആ ലെറ്ററിൻ്റെ മേളിലുള്ള കവർ ചെയ്തിരിക്കുന്ന ഷീറ്റ് പൊളിച്ച് കളയുകയാണെങ്കിൽ അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഓണറോട് ജിയോട് ചോദിക്കാം ഇതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നൊക്കെ. അപ്പം അത്യാവശ്യം ബേസിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കാം. പറ്റുമോ? പറഞ്ഞുതരാമല്ലോ. അവസാനമായിട്ട് പറഞ്ഞു തന്നാൽ പോരെ. പറയാനായിട്ട് നമ്മൾ DVLൻ്റെ സൈറ്റിൽ കയറി നമ്മുടെ ഇഷ്ടമുള്ള നമ്പർ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിയുമ്പം അതിനൊരു റേറ്റ് കാണും. ആ റേറ്റ് നമ്മൾ ഓക്കെ ആണെങ്കിൽ, നമുക്ക് ഇഷ്ടപ്പെടുന്ന നമ്പറാണെങ്കിൽ നമ്മളത് മേടിക്കുക. അത് മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ 3 ദിവസത്തിന് അല്ല ഒരാഴ്ചയാണ് പറയുന്നത്. ഓൺ ദ സ്പോട്ടിൽ തന്നെ അതിന് കൺഫർമേഷൻ മെയിൽ വരും.
അത് 3 ആഴ്ച എന്ന് പറഞ്ഞാൽ 2 ദിവസം കൊണ്ട് നമുക്ക് DVL നിന്ന് ഇതിൻ്റെ ആ ലെറ്റർ വരും. വന്നു കഴിഞ്ഞാൽ ലെറ്റർ വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് ഇത് നമ്പർ പ്ലേറ്റ് പണിയിക്കാനുള്ളത്, നമ്മൾ ഏത് നമ്പർ പ്ലേറ്റ് ഷോപ്പിൽ ചെന്നാലും നമുക്ക് അത് വേണം. വണ്ടിയുടെ പേപ്പർ എന്തെങ്കിലും കൊടുക്കണം നമ്മൾ ചെയ്യുന്നതിന്? വണ്ടിയുടെ പേപ്പർ ഒന്നും വേണ്ട. ഇവർ DVL നിന്ന് കിട്ടിയിരിക്കുന്ന V5 എന്ന് പറഞ്ഞൊരു ലെറ്റർ വരും. ആ പേപ്പർ വേണം. ആ പേപ്പർ കണ്ടാലേ ഉള്ളൂ ഇവർ പണി കാണിക്കുന്നത്. അതെ, അതും അതെ, അതും ഡ്രൈവിംഗ് ലൈസൻസിന്റെ കോപ്പിയും ഉണ്ടെങ്കിൽ അവർ പണി ഇത് തുടങ്ങുള്ളൂ, ചെയ്യുള്ളൂ. അങ്ങനെയല്ല, ഇതിപ്പോ നമ്പർ പ്ലേറ്റ് വെച്ച ഉടനെ തന്നെ ഇനിയിപ്പം നമ്മൾ DVLന്റെ സൈറ്റിൽ തന്നെ കയറി ഈ നമ്പർ ചേഞ്ച് ചെയ്യുന്നുള്ളത് രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്നാണ് കുഴപ്പമില്ല, പിന്നെ നമുക്ക് അന്ന് തന്നെ ഇതിൻ്റെ അപ്ഡേറ്റ് കിട്ടും. അപ്പോൾ പിന്നെ നമുക്ക് ആ നമ്പറിൽ തുടരാം. അങ്ങനെ മച്ചാൻ്റെ പഴയ നമ്പർ പ്ലേറ്റ് മാറ്റിയിട്ട് സ്വന്തം നാടിൻ്റെ പേരും അല്ലെങ്കിൽ സ്വന്തം നാടിൻ്റെ നമ്പറും പേരും എല്ലാം കൂടെ ചേർത്ത് പുള്ളിയുടെ സന്തോഷത്താലെ അങ്ങനെ ഒരു നമ്പറൊക്കെ കണ്ടുപിടിച്ച് ചെയ്യിപ്പിച്ചു. അപ്പം അത് ചെയ്യാൻ വേണ്ടി നമ്മുടെ അടുത്ത് വന്നു, നമ്മൾ ചെയ്ത് കൊടുത്തു. ഹാപ്പിയാണോ? താങ്ക് യു. ഓക്കെ അല്ലേ നിങ്ങള്? സെറ്റല്ലേ? ആ, കേരള രജിസ്ട്രേഷൻ വണ്ടി എവിടെ കണ്ടാലും നിങ്ങൾ എവിടെയാ? ആലപ്പുഴയാണോ? നാട്ടിലെവിടെയാ? ആലപ്പുഴ. അപ്പം നമ്മുടെ നമ്പറുമായിട്ട് നമ്മുടെ കൂട്ടുകാരൻ അങ്ങനെ ടാറ്റ പറഞ്ഞു പോവാണ്. അപ്പോൾ ശരി, കാണാം. അങ്ങനെ ജിയോ മച്ചാൻ പോയി. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. താങ്ക് യു സോ മച്ച്.